കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ് റെസിപ്പിയുമായാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ പാൽ ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായി ഞാനിവിടെ വാനില കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ അളവിലാണ് 1 ലിറ്റർ പാലിനകത്തേക്ക് ചേർക്കാനായി എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ബൗളിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുന്നതാണ്. അപ്പോൾ ചൂടുള്ള പാലൊന്നും നേരിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അതുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൽ ചൂടാക്കിയെടുക്കണം. അതിനായി ഞാൻ പാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാൽ നന്നായി ചൂടായി വരുന്ന സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പാൽ ചൂടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു നോർമൽ മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 1 കപ്പ് പാലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഞാൻ 4 കപ്പ് എടുത്തത് കൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാൽ തിളച്ച് ഏകദേശം ഒരു 4 മിനിറ്റ് സമയത്തോളം ഒന്ന് കുറുകുന്ന സമയം വരെ ഞാൻ ഇതിവിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ മിക്സ് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്തേക്ക് അല്പാൽപ്പം ചേർത്ത് കൊടുക്കാൻ. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റർഡ് മിക്സ് ചേർക്കുന്ന സമയത്ത് പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് നമുക്ക് കസ്റ്റർഡ് മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിവിടെ അല്പാൽപ്പം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവനായി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം ഇത് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയം വരെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റർഡ് മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് വേറൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ ഇത് ബൗളിലേക്ക് ചേർത്ത ശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി 1 മണിക്കൂർ സമയം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യമായി ആഡ് ചെയ്തിരിക്കുന്നത് മാങ്ങയുടെ ചെറിയ പീസുകളാണ്. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറിയും ഗ്രീൻ മുന്തിരിയും പിന്നെ കുറച്ച് അനാറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നല്ല മധുരമുള്ള പഴങ്ങൾ നോക്കി ചേർത്ത് കൊടുക്കുക. പുളിയുള്ള പഴങ്ങളൊന്നും അധികം ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു പകുതി ആപ്പിളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നല്ല പുളിയൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് നോക്കി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകം മുകളിലായിട്ട് കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ അനാറും എല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത കട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ എടുത്ത് ഇതേ മെത്തേഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്.